ഹലോ, വെൽക്കം ടു നിതീസ് വേൾഡ്. ഇത് നമ്മൾ നിച്ചുവിന് അരിയിൽ എഴുതിക്കാൻ മൂകാംബിക പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇതിൽ കുറേ വിഷ്വൽസ് റാൻഡംലിയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അന്ന് കുറേ ഫോട്ടോസും വിഷ്വൽസും എടുത്തു. പക്ഷേ കുറേ കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഷഫ്ലിംഗ് ഒക്കെ ഇതിലുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇത് ആൾ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ എഴുത്തിന് ഇരുത്താൻ പോകുന്ന ആ ഒരു മണ്ഡപമുണ്ടല്ലോ മൂകാംബിക, അവിടെയാണ്. കുറച്ച് കുട്ടികളും വേറെയും കുട്ടികളുണ്ട്. അപ്പം അവരിങ്ങനെ പറയുന്നുണ്ട്. അവൻ്റെ ഭാഷയിൽ കൈ ഇങ്ങനെ കുറച്ച് സമയം അനക്കാണ്ടൊക്കെ നിന്ന് നമുക്ക് എഴുതിപ്പിക്കാൻ പാകത്തിന്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ കുട്ടികൾ ഒരുമിച്ചിരുന്ന് എഴുതുമ്പം ഓരോരുത്തരുടെ ഇമോഷൻസും കാണാനൊക്കെ ഒരു ഭംഗിയാണല്ലോ. ചിലർ കരയുന്നുണ്ട്, ചിലർ ഭയങ്കര എനർജറ്റിക്കായിട്ട് എഴുതുന്നുണ്ട്. പിന്നെ അവിടെ ഒരു നാമകരണ പ്രക്രിയയും കൂടി നടക്കുന്നുണ്ടായിരുന്നു. പേര് വിളിക്കുന്നുണ്ട്. കർണാടക ഭാഗത്തുള്ള ആളുകളിൽ അവർ പേരിടൽ ചടങ്ങ് അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് നടത്തുന്നത് ഉണ്ടെന്ന് തോന്നുന്നു. അത് കുറച്ചധികം ആളുകളുണ്ടായിരുന്നു. അവരുടെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ എഴുത്തിനിരുത്തുന്ന ഒക്കെ വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വന്ന് എഴുത്തിനിരുത്തുകയാണ്. ഇത് ഏകദേശം എഴുതി കഴിഞ്ഞ സമയത്ത് പിന്നെ അവർ ദക്ഷിണ കൊടുത്തു, എല്ലാവരും പിരിഞ്ഞു. അങ്ങനെയാണ് ഓരോരുത്തരുടെ ഇത് കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റു. നമ്മൾ 2 തവണയും തൊഴുതു കേട്ടോ. നമ്മൾ നൈറ്റും മോർണിംഗും പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. 2 days വന്നിട്ടുണ്ടായിരുന്നു. വന്നന്ന് മോർണിംഗ് തന്നെ നമ്മൾ എഴുത്തിനെടുത്തൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ നമ്മൾ ഈവനിങ് ദീപാരാധനയൊക്കെ തൊഴുതു. ഇത് ഈവനിങ് അന്നത്തെ നെക്സ്റ്റ് ഡേയിൽ അന്ന് ഈവനിങ് നമ്മൾ വന്ന അന്ന് ഈവനിങ്ങിൽ ദീപാരാധനയാണ്. അതിന് നമുക്ക് ഉള്ളിലൊക്കെ കയറി തൊഴാനൊക്കെ പറ്റി. ഈ ഒരു വിളക്ക് ഭയങ്കര ഒരു ആംബിയൻസാണ്. എനിക്കവിടെ മോർണിംഗ് നമ്മൾ പോയ ടൈമിനേക്കാളും ഇഷ്ടമായത് ഈവനിങ്ങാണ്. കാരണം തിരക്ക് കുറച്ചും കൂടെ നല്ല കുറവായിരുന്നു. ഓഫ് സീസൺ ആയതുകൊണ്ട് നന്നായിട്ട് തൊഴാൻ പറ്റി. എന്നാലും കേരളം വിട്ട് കഴിഞ്ഞാൽ പൊതുവേ ഞാൻ നമ്മുടെ സ്റ്റേറ്റ് ആയതുകൊണ്ട് ബുക്കി പറയല്ല, പൊതുവേ ബാക്കി ഇപ്പം കർണാടക, ആന്ധ്ര അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാഷുള്ളവനൊരു ക്യൂ, ക്യാഷില്ലാത്തവന് വേറൊരു ക്യൂ, ക്യാഷുള്ളവന് വെയിറ്റ് ചെയ്യാണ്ട് ഉള്ളിൽ കയറാം. ആ ഒരു സിസ്റ്റത്തിനോടൊന്നും അങ്ങ് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. റിമൈനിങ് എല്ലാം നല്ല ആംബിയൻസ് ആയിരുന്നു. ഓവറോൾ നല്ലൊരു ടൂറായിരുന്നു. നമുക്ക് നന്നായിട്ട് തൊഴാനും പിന്നെ അതുപോലെ തന്നെ ശ്രീരാമൻ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പണി കഴിഞ്ഞ സമയമായതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട് ആളുകൾ ഇങ്ങനെ കൊടിയും പിടിച്ച് വിളിച്ച് പോകുന്നു, അങ്ങനെ ജാഥ വിളിച്ച് പോകുന്ന പോലെ. അതൊന്നും നമുക്ക് നമ്മുടെ ഇവിടേക്ക് പുറത്തൊക്കെ അല്ലേ നമ്മളതൊക്കെ അലോ ചെയ്യുള്ളൂ. അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാനൊന്നും വിടില്ലല്ലോ. ഐ മീൻ കൊടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉള്ളിൽ അമ്പലത്തിൻ്റെതായ കാര്യങ്ങൾക്ക് എന്നല്ലാതെ. അപ്പം അതൊക്കെ കഴിഞ്ഞു. പിന്നെ പുറത്തിറങ്ങിയപ്പം കുറേ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ അവിടെ ഇന്നും അങ്ങനെ തന്നെയാണല്ലോ ഈവനിങ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര കാര്യമായി. പിന്നെ നമ്മൾ അവിടുത്തെ കടക്കാരെ ആരെയും നിരുത്സാഹപ്പെടുത്തിയിട്ടും അവർക്ക് ആർക്കും ഒരു നിരാശ ഉണ്ടാക്കിയിട്ടുമില്ല. എല്ലാവരുടെ അടുത്തുനിന്നും വേണ്ടുന്ന പോലെ വാങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ റിട്ടേൺ ആണ് കേട്ടോ. റിട്ടേൺ ആയപ്പോഴത്തേക്ക് ടയേർഡായി. കാരണം 2 days ജേണി ആണല്ലോ. വീട് വിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ക്ഷീണമാണല്ലോ, പ്രത്യേകിച്ച് ഇവർക്ക്. അപ്പം ക്ഷീണം കൊണ്ടാണ് ഒതുങ്ങിയിരിക്കുന്നത്. പക്ഷേ വണ്ടിയിലാണെങ്കിലും അവിടെ ആണെങ്കിലും ആ വഴി പോകുന്ന ഒരു കച്ചവടക്കാരെയും നമ്മൾ നിരാശപ്പെടുത്തിയിട്ടില്ല. ട്രെയിനിൽ പോകുന്ന എല്ലാവരുടെ കയ്യിൽ നിന്നും ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കടക്കാരുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ. നല്ലൊരു പർച്ചേസ് കഴിഞ്ഞ് വരുന്ന സന്തോഷമാണ് ഇവർക്ക് രണ്ടാൾക്കും. പിന്നെ നിധിക്കും കുറേ ഇരുന്നപ്പം പിന്നെ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ജേണി ഇവരെ കൊണ്ട് നടക്കില്ലല്ലോ. പക്ഷേ എന്നാലും സ്കൂളിൽ പോയിട്ട് പറയാൻ കുറേ കഥകളും പിന്നെ തൊഴുതിൻ്റെയും ഒക്കെ ആയിട്ട് അടിപൊളിയായി. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.